ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്. ഈശോ ചാട്ടവാറ് കൊണ്ട് ദേവാലയം ശുദ്ധീകരിക്കാൻ ചെന്നപ്പോൾ അവൻ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു ഞാൻ പറ്റത്തില്ല, പുറത്തു പോകുമ്പോൾ കൊല്ലാൻ തീരുമാനിച്ചു. ഇവനാണ് പ്രശ്നം. യേശുവിനെ അല്ല കൊല്ലേണ്ടത്, നമ്മളിലെ പാപത്തെയാണ് കൊല്ലേണ്ടത്, നമ്മളിലെ അഹങ്കാരം കൊല്ലേണ്ടത്. നമ്മുടെ ഞാനെന്ന ഭാവം, നമ്മൾ ദൈവത്തിന്റെ സമ്പത്ത് ദൈവത്തിന് കൊട്ടുകൊടുക്കേണ്ടതല്ലേ? ദൈവമല്ലേ അവിടെ ഇരിക്കേണ്ടത്? അവിടെ നോക്കും വിട്ടവര് ആചാരാനുഷ്ഠാനങ്ങൾക്കൊന്നും ഒരു കുറവൊന്നുമില്ലായിരുന്നു. അവിടെ ജെറുസലേമിലൊന്നും ദേവാലയവും ബലിപീഠവും ബലിയർപ്പണവും കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈശോ കയറിച്ചത്. നാണയമാറ്റക്കാരെയും പ്രാവ് വിൽപ്പനക്കാരെയും ഒക്കെ ഈശോ അടിച്ച് പുറത്താക്കുന്ന സംഭവം. അപ്പോഴാണ് ഈശോ അവര് കൊല്ലാൻ തീരുമാനം. അപ്പോഴാണ് ഈശോ പറയുന്നത്, ഈ കല്ല്, ഇത് മനോഹരമായ കല്ലുകളാണ് നമ്മളത് കാണുന്നില്ലെന്ന് ഈശോയുടെ ഇങ്ങനെ ശിഷ്യന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ട് ഈശോ ഈ ദേവാലയം കാണിക്കുമ്പോൾ ഈശോ പറഞ്ഞത് കല്ലുമേൽ കല്ല് ശേഷിക്കില്ല എന്നൊരു വാക്ക് ഈശോ പറഞ്ഞേ. അപ്പോൾ അതുപോലെ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഈശോയെ പുറത്താക്കുന്നുണ്ട്, മക്കളൊക്കെ പുറത്താക്കി. എന്നിട്ട് ഇതും വ്യഭിചാരവും മദ്യപാനവും വെറുപ്പും വിദേശിയും ഇതും അല്ലാണ്ട് കുത്തി നിറയ്ക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, അത് കല്ലുമേ കല്ല് ശേഷിക്കില്ല, നിലനിൽപ്പിനെ ബാധിക്കും. യേശുവിനെ പുറന്തള്ളുന്ന ഏതൊരു കുടുംബവും, ഏതൊരു അപ്പനമ്മ, ചിലപ്പോൾ പുതിയ തത്വ ചിന്തകളിലേക്കോ പ്രത്യയശാസ്ത്രങ്ങളിലേക്കോ ലോകത്തിന്റെ മോഡേൺ തോട്ട്സിലേക്കോ ഒക്കെ കയറിപ്പോകുമ്പോൾ കർത്താവിന്റെ വചനത്തെ പുറത്താക്കിക്കൊണ്ട് ആരെല്ലാം എന്തെല്ലാം പണിതുയർത്തിയാലും ഒരു കാര്യം ഉറപ്പ് അടിവരയിട്ട് എഴുതി വെച്ചിരിക്കുക, നിലനിൽക്കില്ല. നിങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കും. അതെന്നെയാണ് നിലനിൽപ്പിനെ ബാധിക്കും. എത്ര വില കൂടിയ മകുടമായ സംഭവമാണെങ്കിലും ചില വിവാഹങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ നോക്കാറുണ്ട്, ഒരു ഗംഭീരം വിവാഹം, ആർഭാടമായ ഭക്ഷണം, ആർഭാടമായ സദ്യ, ആർഭാടമായ വിരുന്ന്, മദ്യമൊക്കെ കൊടുത്ത് എല്ലാവരും തീറ്റി കുടിപ്പിച്ച് നാട് മുഴുവൻ കൊട്ടിക്കൊടിച്ച് നടത്തുന്നത് ഒരു വർഷം പോലും തികയുന്നതിന് മുമ്പ് തകർന്നു പോകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കാണുമ്പോൾ ഈ വചനമൊക്കെ എൻ്റെ മനസ്സിൽ കയറി വരും. ഒരു കർത്താവിനെ പുറത്താക്കി. ഒരാളുടെ തകർച്ച പോലും വെറുതെ സംഭവിക്കില്ല, എല്ലാത്തിനും കാരണമുണ്ട്. ഒരാൾ അനുഗ്രഹിക്കപ്പെടുമ്പോഴും അതിനൊക്കെ ഒരു കാരണമുണ്ട്. ബൈബിൾ പഠിക്കുമ്പോൾ എല്ലാത്തിനും കാരണമുണ്ട്. Everything have a reason. Can you follow me? Yes or no? Yes, yes, yes.